ഒരു കമ്പനിന്റെ ടോപ്പ് 10 പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഡിഫിക്കൽട്ടാണ്. ഒരു മാനുവലായിട്ട് ചെയ്യാൻ. എങ്ങനെ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഡൈനാമിക് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ഓട്ടോമേറ്റ് ചെയ്യാം? നമുക്കിവിടെ തന്നിട്ടുള്ള പ്രോഡക്റ്റിന്റെ സെയിൽസ് ഡാറ്റയിൽ നമുക്ക് ടോപ്പ് പ്രോഡക്റ്റുകളാണ് എടുക്കേണ്ടത്. ഇവിടെ ഏകദേശം 50 പ്രോഡക്റ്റുകൾ. അതിന്റെ പിന്നെ പ്രോഡക്റ്റിന്റെ ഐഡി ഉണ്ട്, പ്രോഡക്റ്റ് എമൗണ്ടും ടോട്ടൽ സെയിൽസ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ട്, അതിന് കാറ്റഗറി ഉണ്ട്. ഇതിൽ നിന്ന് ടോപ്പ് 10 പ്രോഡക്ട്സ് ആണ് ലിസ്റ്റ് ചെയ്യാം. ഞാനിവിടെ പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ ഷീറ്റ് ക്ലിക്ക് ചെയ്തു. ആദ്യം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സോർട്ട് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അറേ ആണ് ചോദിക്കുന്നത്. അറേ എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിന്റെ സെയിൽസ് ഷീറ്റ് ആണ് ചോദിക്കുന്നത്. ഇവിടെ മുതൽ അറ്റ് എൻഡ് അവസാനം വരെയുള്ളതാണ് സെലക്ട് ചെയ്യുക. കോമ സോർട്ട് ഇൻഡെക്സ് എന്നുള്ളത് നമുക്ക് 1, 2, 3 3 കോളംസ് ആണ് ഉള്ളത് അല്ലെ. നമ്മൾ അറേ സെലക്ട് ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 3 കോളംസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ കോളംസ് സോർട്ട് ഇൻഡെക്സിൽ എത്രാമത്തെ കോളംസ് ആണ് നമ്മൾ ഏതിന് വെച്ചിട്ടാണ് എമൗണ്ടിന്റെ ബേസിലായിരിക്കും ടോപ്പ് പ്രോഡക്റ്റ് കാണും. അപ്പോൾ ഇവിടെ 1, 2, 3 മൂന്നാമത്തേതായിരിക്കും. സോർട്ട് ബൈ ഓർഡർ എന്നുള്ളത് ഡിസെൻഡിങ് ആണ് നമുക്ക് വേണ്ടത്. രണ്ടാമത് മൈനസ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സോർട്ട് എന്ന് പറയുന്ന ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പൊ ഇവിടെ നമുക്ക് അവിടെയുള്ള എല്ലാ ഡാറ്റയും സോർട്ട് ചെയ്തു. അതായത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ മുതൽ അതിന്റെ ലോവസ്റ്റ് വാല്യൂ വരെ ഏകദേശം 50 പ്രോഡക്ട്സ് ലിസ്റ്റ് ആയി. ഇനി ഇതിൽ നിന്ന് നമുക്ക് 10 പ്രോഡക്ട്സ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ടേക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻസ് കൊടുക്കുക. എന്നിട്ട് അതിന് അറേ സെലക്ട് ചെയ്യുക. അറേ എന്നുള്ളത് ഓൾറെഡി സോർട്ട് ആണ്. സോർട്ട് സെലക്ട് ചെയ്തു. നമുക്ക് ഇവിടെ എത്ര റോസ് ആണ് വേണ്ടത്? ഏറ്റവും ടോപ്പ് 10 അല്ലേ, അവിടെ 10 റോസും 3 കോളംസ് ആണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഇപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും ടോപ്പ് 10 പ്രോഡക്റ്റുകളുടെ ലിസ്റ്റ് ഔട്ട് ആയി. ഇങ്ങനെയാണ് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് സെയിൽസിൽ ഇഷ്ടമുള്ള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ലിസ്റ്റ് ഔട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഐറ്റം ഇവിടെ ആഡ് ചെയ്യണം. 51 മിനി പി സി ഉള്ളത് വെറും PC ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ്. അതിന്റെ റൈറ്റ് എന്നുള്ളത് ഞാനൊരു 1,50,000. ഒന്നുകൂടെ റൈറ്റ് ഒന്ന് എമൗണ്ട് ആഡ് ചെയ്യും. കൂടുതലായിട്ട് കൊടുത്തു നോക്കാം. ഇവിടെ ഒരു 50 lakh കൊടുക്കാം. ഇവിടെ ഒന്ന് സംഭവിച്ച് ഇതിന്റെ റൈറ്റ് ഇവിടെ കാണിച്ചു. ഇവിടെ പ്രാക്ടീസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ PC ഇലക്ട്രോണിക്സ് ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ഫ്രീ ആയിട്ട്. ഇങ്ങനെ നമുക്ക് ഫൈൻഡ് ദ ടോപ്പ് 10 പ്രോഡക്റ്റ്. എല്ലാവരും ഇത് നിങ്ങളെ കമ്പനി അകത്തും നിങ്ങളുടെ ജോലിയിലും എല്ലാം അപ്ലൈ ചെയ്യുക. ഇതായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ഫയൽ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ടോപ്പ് 10 എന്നടിക്കുക.